പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. ബ്രാഹ്മണ പുരോഹിതന്മാർ രോഷാകുലരായി. ബ്രാഹ്മണർക്ക് മാത്രം വിധിക്കപ്പെട്ട അഗ്നിജ്വലനം ഇതാ ഒരു മരാശാരി നിർവഹിക്കാൻ പോകുന്നു. വേദങ്ങളെ അപമാനിക്കലാണിത്. ഒരാശാരിയെക്കൊണ്ട് അഗ്നി കൊളുത്തിക്കരുത്, പുരോഹിതന്മാർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. അഗ്നിഹോത്രിക്ക് ദേഷ്യം വന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം തെല്ലുന്നുയർന്നു. ആശാരി, ബ്രാഹ്മണൻ, ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഹേ, മനുഷ്യൻ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. ജാതി മതവും മനുഷ്യനാ ഉണ്ടാക്കിയത്. ഇങ്ങനെ വകതിരിവില്ലാതെ സംസാരിക്കരുത്. പെരുന്തച്ച, അഗ്നി കൊളുത്തു. ഈ യാഗശാലയ്ക്ക് തീ പിടിക്കും, ഒരു ബ്രാഹ്മണൻ വിളിച്ചു പറഞ്ഞു. അഗ്നിഹോത്രി ആ ബ്രാഹ്മണൻ്റെ നേർക്ക് പുച്ഛഭാവേന നോക്കി. തീ പിടിച്ചാൽ അതിഘോരമായ മഴ പെയ്യും. തീ തന്നെത്താൻ കെട്ടടങ്ങിക്കോളും. പെരുന്തച്ച, എന്താ നോക്കി നിൽക്കുന്നത്? മുഹൂർത്തമായി, അഗ്നിജ്വലനം നടത്തൂ. എവിടെ അഗ്നി? നങ്ങേലി, ചൂട്ടുകൊണ്ടുവരൂ, വേഗമാവട്ടെ, അഗ്നിഹോത്രി വിളിച്ചു പറഞ്ഞു. അഗ്നിഹോത്രിയുടെ അന്തർജനം ദർഭച്ചൂട്ടുമായി വന്നു. കത്തുന്ന ചൂട്ട് അവർ അഗ്നിഹോത്രിക്ക് കൊടുത്തു. അഗ്നിഹോത്രി അത് പെരുന്തച്ഛൻ്റെ വലത് കൈയിൽ പിടിപ്പിച്ചു. പെരുന്തച്ഛൻ യാഗശാലയിൽ കൂട്ടിയിരിക്കുന്ന വിറകിന് തീ കൊളുത്തി. അഗ്നിഹോത്രി മന്ത്രങ്ങൾ ഉരുവിട്ടു. ബ്രാഹ്മണ പുരോഹിതന്മാർ സഹകരിച്ചില്ല. അവർ നിശ്ശബ്ദരായി നിന്നു. മന്ത്രം ഉരുവിടൂ, അഗ്നിഹോത്രി അവരോട് അപേക്ഷിച്ചു. ഞങ്ങൾ പോണു. ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കാൻ വയ്യ. ആശാരി ബ്രാഹ്മണന്റെ പൂജാരിയാവുന്ന കാഴ്ച നോക്കി നിൽക്കാൻ വയ്യാന്ന് അവർ ഉരത്ത സ്വരത്തിൽ പറഞ്ഞു. പെട്ടെന്ന് അഗ്നികുണ്ഡത്തിൽ നിന്ന് കലശലായ പുകയുയർന്നു. ഒരു ബ്രാഹ്മണൻ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, എനിക്കെൻ്റെ കണ്ണ് രണ്ടും കാണുന്നില്ല. അയ്യോ അയ്യോ, എന്താ ഇത്? മറ്റൊരു ബ്രാഹ്മണനും നിലവിളിച്ചു, എനിക്കും കണ്ണ് കാണുന്നില്ല. എല്ലാ ബ്രാഹ്മണരും കൂട്ട നിലവിളിയായി. ആർക്കും കണ്ണ് കാണുന്നില്ല. അഗ്നിഹോത്രി ചോദിച്ചു, പെരുന്തച്ഛന് കണ്ണ് കാണുന്നുണ്ടോ? ഉവ്വ്. തമ്പുരാന് കാണുന്നുണ്ടോ? ഉവ്വ്. കാഴ്ച കൂടുതലായിരിക്കുകയാണ്, അഗ്നിഹോത്രി പറഞ്ഞു. അദ്ദേഹം യാഗാഗ്നിക്ക് ചുറ്റും 3 പ്രാവശ്യം വലം വെച്ചു. തൊഴുകൈയോടെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടിയോ? അഗ്നിഹോത്രി വിളിച്ചു ചോദിച്ചു. ഒരു കണ്ണിന് കാഴ്ച കിട്ടി, മറ്റേ കണ്ണ് ഇപ്പോഴും തഥൈവ, പുരോഹിതന്മാർ പറഞ്ഞു. പെരുന്തച്ഛൻ മടിച്ചു നിന്നില്ല. അദ്ദേഹവും അഗ്നിക്ക് ചുറ്റും വലം വെച്ചു, കൈകൂപ്പി പ്രാർത്ഥിച്ചു. ഇപ്പോൾ 2 കണ്ണും ശരിയായി. ഓ, കാഴ്ച തിരികെ കിട്ടി, ബ്രാഹ്മണർ ഉറക്ക വിളിച്ചു പറഞ്ഞു. വൃദ്ധ പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ മുന്നോട്ട് വന്നു. ക്ഷമിക്കണം, ഞങ്ങളുടെ തെറ്റ് ക്ഷമിക്കണം. ഇനി നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ കാഴ്ച കൂടി തിരിച്ചു കിട്ടാനുണ്ട്. അതിന് സമയമെടുക്കും, അഗ്നിഹോത്രി പറഞ്ഞു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.